അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ ഒരിക്കൽ ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരു വാപ്പ തൻ്റെ മകനെയും കൂട്ടി വരികയാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ആ വാപ്പ മകനെക്കുറിച്ച് കേസ് പറയുകയാണ്. ഈ മകന് ഞാൻ പറഞ്ഞതുപോലെ കേൾക്കുന്നില്ല, എനിക്ക് എതിര് പ്രവർത്തിക്കുകയാണ്, എനിക്ക് മാറി കാണിക്കുകയാണ്, മാതാപിതാക്കളായ നമ്മൾക്ക് ബാപ്പയായ എനിക്ക് ഒരു നിലക്കും ഈ കുട്ടി ഭയപ്പെടുന്നില്ല. അങ്ങനെ പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ ആ കുട്ടിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ആ വാപ്പ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആ മകനെ ഉപദേശിച്ച് നന്നാക്കുക എന്ന് ചിന്തിച്ച് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആ മകനെ ഉപദേശിക്കുകയാണ്. അല്ല മോനെ, നിന്റെ ബാപ്പയോട് നിനക്ക് ധാരാളം കടപ്പാടുണ്ട്. ബാപ്പ പറഞ്ഞതുപോലെ കേൾക്കൽ നിനക്ക് നിർബന്ധമാണ്. നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലേ? ബാപ്പ പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ അല്ലാഹു നിന്നെ ശിക്ഷിക്കും, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടൂല. മക്കളായ നിങ്ങൾക്ക് ബാപ്പമാരോട് വലിയ കടപ്പാടുണ്ട് എന്നും ധാരാളം ബാപ്പയെ മദ്ഹ് പറഞ്ഞിട്ടുള്ള, ബാപ്പയെ ബഹുമാനിക്കാൻ കാരണമാകുന്ന ചില ഉപദേശങ്ങളൊക്കെയും ഉമർ റളിയല്ലാഹു അൻഹു നൽകിയപ്പോൾ ആ കുട്ടി ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് അങ്ങോട്ട് ചോദിക്കുന്നു, അല്ല അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഇത്ര നേരം എന്നോട് പറഞ്ഞത് എനിക്ക് ബാപ്പയോടുള്ള കടപ്പാടുകളെ കുറിച്ചിട്ടാണല്ലോ. എന്നാൽ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ബാപ്പന്മാർക്ക് മക്കളോട് യാതൊരു കടപ്പാടും ഇല്ലേ എന്ന് ചോദിച്ചോ. അതായത് മക്കളെ അങ്ങോട്ട് കടപ്പാടുണ്ട്, ബാധ്യതകളുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ആ സമയത്ത് ബാപ്പന്മാർ എന്തും ചെയ്യാം, അവർക്ക് മക്കളോട് ഒരു കടപ്പാടുമില്ല എന്നാണോ? അല്ലാതെ ബാപ്പന്മാർക്കും കടപ്പാടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ അതെ, ബാപ്പന്മാർക്കും മക്കളോട് ധാരാളം കടപ്പാടുകളുണ്ട്. അവരും നല്ലതുപോലെ മക്കളെ നോൽക്കണം, ഇല്ലെങ്കിൽ അവരെയും അല്ലാഹു ശിക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ മകന് ചോദിച്ചു, അല്ല, മക്കളോട് ബാപ്പന്മാർ കാണിക്കേണ്ട കടപ്പാടുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, തൻ്റെ മക്കൾ നന്നാകണമെങ്കിൽ ഒരു ബാപ്പ ചിന്തിക്കേണ്ട ആദ്യത്തെ ചിന്ത, അതെ, താൻ കല്യാണം കഴിക്കുമ്പോൾ ഒരു നല്ല ദീനി ചിട്ടയുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. എന്നാലേ അതിലുണ്ടാകുന്ന മക്കൾ ഒരു ദീനി ചിട്ടയുള്ളവരാവുക എന്നുള്ളത്. അതാണ് ഒന്നാമത്തത് എന്ന് പറഞ്ഞു. രണ്ടാമത്തതോ, മക്കൾക്ക് നല്ല പേരിടുക. നല്ല പേരിട്ടാല് മക്കൾക്ക് അതിൻ്റെ ബറക്കത്ത് കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ മക്കൾക്ക് നല്ല ദീനി ചിട്ടകൾ പഠിക്കാൻ, ദീനി ഇൽമുകൾ പഠിക്കാനുള്ള അവസരങ്ങളും കൊടുക്കുക, അത് ബാപ്പയുടെ കടപ്പാടാണെന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു കുട്ടിയോട് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് ആ കുട്ടി പറഞ്ഞു, നിങ്ങൾ ഇത്ര നേരം പറഞ്ഞ ബാപ്പാക്ക് എന്നോടുള്ള കടപ്പാട് ഒന്നും എൻ്റെ ബാപ്പ വീട്ടിയിട്ടില്ല. അതായത് ഒരു നല്ല ഉമ്മയല്ല എൻ്റെ ഉമ്മ. അതായത് ഉമ്മയെ ആക്ഷേപിക്കുകയല്ല, എന്നാലും ഒരു ദീനി ബോധമുള്ളവരല്ല. അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്കൊരു നല്ല പേരും വെച്ചിട്ടില്ല. അതുപോലെ തന്നെ എനിക്കൊരു ദീനി ഇൽമ പഠിക്കാനുള്ള യാതൊരു അവസരം എൻ്റെ വാപ്പ ഉണ്ടാക്കി തരുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ കുട്ടി പറഞ്ഞപ്പോൾ അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത ദേഷ്യം വന്നു. അതുവരെ കുട്ടിയോടായിരുന്നു ദേഷ്യം, പിന്നീട് ബാപ്പയെ നോക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്തരം നേരം നിങ്ങൾ പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ മകൻ നിങ്ങളെ ഇടങ്ങീറാക്കുന്നു എന്നല്ലേ? അല്ല, നിങ്ങളാണ് നിങ്ങളെ മകനെ ചീത്തയാക്കിയത്, നിങ്ങളാണ് നിങ്ങളെ മകനെ ഇടങ്ങീറാക്കിയത് എന്ന് ആ ബാപ്പയെ ശകാരിക്കുകയും ആ ബാപ്പയെ ഉപദേശിക്കുകയും ഇനി മുതലെങ്കിലും
മക്കളോട് കാണിക്കേണ്ട കടപ്പാട് നിങ്ങൾ കാണിച്ചിട്ട് മതി മക്കള് ഇങ്ങോട്ട് കടപ്പാട് കാണിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആ ബാപ്പയെ ഉപദേശിക്കുകയാണ്. ഇതിലൂടെ നമ്മൾ ധാരാളം പഠിക്കാനുണ്ട്. പലപ്പോഴും മാതാപിതാക്കൾ നമ്മൾക്ക് വൈപ്പറണം മക്കൾ എന്ന് പറഞ്ഞ് അവരിങ്ങോട്ട് ചെയ്യുന്ന ബാധ്യതകളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന മാതാപിതാക്കളുണ്ട്. അല്ല, നമുക്കും അങ്ങോട്ട് കുറെ കടപ്പാടുകളുണ്ട്, മക്കളോടും നമുക്ക് കുറെ കടപ്പാടുകളുണ്ട്, കുറെ ബാധ്യതകളുണ്ട്. അതൊന്നും വേണ്ടതുപോലെ നിർവഹിച്ചിട്ടില്ലെങ്കിൽ റബ്ബിന്റെ അടുക്കൽ നമ്മളും ശിക്ഷയ്ക്ക് അർഹരാകുമെന്നുള്ള വലിയ ബോധമുണ്ടാകണം. അല്ലാതെ കേവലം മക്കൾ മാത്രം മാതാപിതാക്കൾക്ക് എതിരായാൽ മക്കളെ ശിക്ഷിക്കും, അള്ളാഹു ദേഷ്യപ്പെടും, അവരെ അള്ളാഹു പൊരുത്തപ്പെടൂല എന്ന് മാത്രമല്ല, മക്കളോട് കാണിക്കേണ്ട എന്തെല്ലാം കടപ്പാടുകളുണ്ടോ, എന്തെല്ലാം ബാധ്യതകളുണ്ടോ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചതുപോലെ അതും അല്ലാത്തതായ എന്തെല്ലാം കടപ്പാടുകളുണ്ടോ അതെല്ലാം വേണ്ടതുപോലെ മാതാപിതാക്കൾ നിർവഹിച്ചിട്ടില്ലെങ്കിലും അവരെയും മാതാപിതാക്കളെയും അള്ളാഹ് ചോദ്യം ചെയ്യും, മാതാപിതാക്കളെയും അള്ളാഹ് ശിക്ഷിക്കുമെന്നുള്ള ബോധം എല്ലാ മാതാപിതാക്കൾക്ക് ഉണ്ടാകണം. അതാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് നമ്മളെ മക്കളെ നോക്കാൻ വളർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.